എല്ലാവരും പറയാറുണ്ട് സുന്നത്യമാത്തിന്റെ മാർഗം, സുന്നത്യമാത്തിന്റെ ആളുകൾ, സുന്നത്യമാത്തിന്റെ ഉലമാക്കൾ എന്നൊക്കെ പറയാറുണ്ട്. എന്തേ സുന്നത്യമാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളയും റസൂലും പഠിപ്പിക്കാത്ത, ദീനുമായി ഒരു ബന്ധമില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാ ബിദ്അത്തുകളും പേറി നടക്കുന്നവരാണ് സുന്നത്യമാത്തിന്റെ ആളുകൾ? അല്ല, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മൾ സുന്നത്യമാത്തിന്റെ ആളുകളാണ്, അവർ വഹാബികളാണ് എന്നാണ് എപ്പോഴും പറയാ. അതുകൊണ്ട് സുന്നത്യമാത്തും കൂട്ടത്തിൽ കൂടെ പഠിക്കുക, വിഷയത്തിന് പരിഹാരമാവും. എന്നിട്ട് ഇന്ന് രാത്രി പോയി നന്നായിട്ട് മലർന്നു കിടന്ന് ആലോചിക്കുക. നാളെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോൾ നീ ആരെ ആരാധിച്ചു, നീ ആരെ വിളിച്ചു എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹ്ക്ക് പുറമെ നീ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മലർന്ന് കടന്ന് ഉളു എടുത്ത് പോയി കടന്നിട്ട് ഒന്ന് ആലോചിക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ. അത് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പറയാണ്. ആരോടും ദേഷ്യം തീർക്കല്ല. നമ്മൾ സുന്നത്യമാത്തിന്റെ മാർഗം സ്വീകരിക്കണം, അത് തർക്കൂല്ല. ഞങ്ങളാ സുന്നത്യമാത്തിന്റെ ആളുകൾ എന്ന് പറയുകയും എന്നിട്ട് ബിദഅത്ത് കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ അപ്പം ഞങ്ങൾക്ക് പറയേണ്ടി വരും ആ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ എന്താ സുന്നത്യമാത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് സാധാരണ പറയാറുണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅ 3 പദമുണ്ട് അതിൽ. ഒന്ന് അഹ്ല്, മറ്റൊന്ന് അസുന്നത്ത്, മറ്റൊന്ന് അൽ ജമാഅ. അല്ലേ? അഹ്ല്, സുന്നത്ത്, ജമാഅ, ഈ 3 പദം ശരിക്കും ഇപ്പം തന്നെ പഠിച്ചോളൂ. അഹ്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആള് എന്നാണ്. ഏതിലേക്ക് ചേർത്തുന്നു അതിൻ്റെ ആള്. ഇപ്പോൾ അഹ്ലുൽ മദീന, ഒരു നാട്ടിലേക്ക് ചേർത്ത ആ പട്ടണത്തിലെ ആളുകൾ എന്നാണ് അർത്ഥം. അഹ്ലുൽ കഹ്ഫ് എന്ന് പറയാറുണ്ട്. ഗുഹയിൽ ഉറങ്ങിയ ആളുകൾ, ആ ഗുഹൻ്റെ ആളുകളാണ്. വീട്ടിലുള്ള ഇപ്പം നബി കുടുംബത്തിന് അഹ്ലുൽ ബൈത്ത് എന്ന് പറയാറുണ്ട്. അഹ്ലുൽ ബൈത്ത് ഉള്ളതാണ്. അഹ്ലുൽ ബൈത്ത് ഉണ്ട്, അഹ്ലുൽ ബൈത്തിനോട് ബഹുമാനമുണ്ട്, അതൊക്കെ ദീനിൽ പെട്ടതാണ്. പക്ഷെ കള്ളത്തരങ്ങളില്ല എന്ന് മാത്രം, അത് വേറെ വിഷയം. അപ്പോൾ ഈ നിലക്ക് എന്തിനെയാണോ അഹ്ലിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ ആള് എന്ന അഹ്ല് എന്ന് പറഞ്ഞാൽ. സുന്നത്ത് എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും അറിയാം, എടുത്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയ ശിക്ഷയില്ലാത്തത്. അതൊരു നിർവചനമാണ് കർമ്മശാസ്ത്രം പഠിക്കുമ്പോൾ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് ദീനായി പഠിപ്പിച്ചെന്ന കാര്യങ്ങളെല്ലാം അതാണ് നബിചര്യ. അതിൽ നമസ്കാരമുണ്ട്, ജക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സ്വഭാവമുണ്ട്, കച്ചവടം എല്ലാം ഉണ്ട്. കച്ചവടത്തിലുള്ള സത്യസന്ധത, അവിടെയുള്ള അളവും തൂക്കും കാര്യങ്ങളെല്ലാം അതിൽ പെടും. ആ സുന്നത്ത് നബിചര്യ സുന്നത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ സ്വഹാബികൾ, അൽ ജമാഅത്തു സ്വഹാബികൾ. അത് ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിച്ചിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ചിട്ടുണ്ട്, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞെടുക്കുക, അസുന്നത്തു മാ അല്ല മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞ നിർവചനം എടുക്കുക. ശൈഖ് എന്താ പറഞ്ഞതെന്നറിയോ? അസുന്നത്തു മാ സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നടപടിയാക്കി കാണിച്ചു തന്ന കാര്യങ്ങളാണ് മുഹയ്യിദ്ദീൻ ശൈഖ് പറയാൻ. വൽ ജമാഅത്തു, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ കണ്ടും കേട്ടും പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ, അവർ യോജിപ്പിലെത്തിയ കാര്യങ്ങൾക്ക് ആ ജമാഅത്ത് എന്ന് പറയാ. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബിയും സ്വഹാബത്തും ചെയ്തത്, നബിയും സ്വഹാബത്തും പറഞ്ഞത്, നബിയും സ്വഹാബത്തും പ്രവർത്തിച്ചത്, നബിയും സ്വഹാബത്തും ആചാരമായി സ്വീകരിച്ചത്, നബിയും സ്വഹാബത്തും വിശ്വാസമായി സ്വീകരിച്ചത്, അതാണ് സുന്നത്ത് ജമാഅത്ത്. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ നബിയെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചവർ, നബിയുടെയും സ്വഹാബത്തിന്റെയും മാർഗം സ്വീകരിച്ചവർ. അപ്പൊ ഭയങ്കര എളുപ്പമായി ഇസ്ലാം ദീന് മനസ്സിലാക്കാൻ. നബിയും സ്വഹാബത്തും ചെയ്തതാണ് സുന്നത്ത് ജമാഅത്ത് എങ്കിൽ 400-ാം വാർഷികമാണ് കുറച്ചു കൊല്ലം മുമ്പേ മുഹയ്യിദ്ദീൻ മാലക്ക് നമ്മൾ ആഘോഷിച്ചത് എങ്കിൽ, അപ്പോൾ അള്ളയും റസൂലും അള്ളാഹ് ദീന് പഠിപ്പിച്ചിട്ട് റസൂലും സ്വഹാബികളും ദീന് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ട് 1400 കൊല്ലമായിട്ടുണ്ടല്ലോ. അപ്പോൾ 1000 കൊല്ലം പരിചയത്ത ആളുകൾക്ക് മുഹയ്യിദ്ദീൻ മാല പരിചയമില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് റിഫായി മാല വന്നത്, അതിന് മുമ്പല്ല. അപ്പം അതുവരെയുള്ള ആൾക്കാർക്ക് റിഫായി മാലയും പരിചയമല്ല. ഇനി ആൾക്കാർക്ക് പരിചയമുണ്ടോ അല്ലേ പോട്ടെ, നമുക്ക് അത് വിഷയമല്ല. നബിക്ക് പരിചയമുണ്ടോ? ഇല്ല. സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, പിന്നെ ഉണ്ടായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ,
പിന്നെ മദ്ഹബിന്റെ ഇമാമുമാര്, ചരിത്രകാരന്മാര്, അവർക്കാർക്കും പരിചയമില്ലാത്ത സംഗതികളാണ് ഇന്ന് സുന്നത്ത് ജമാഅത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്റ്റേജുകളിൽ, നമ്മുടെ വേദികളിൽ നമ്മുടെ പണം കൊണ്ട് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ നേതൃത്വം നമ്മളെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്താണോ അത് സ്വീകരിക്കുക. അവർ ആ മാർഗം സ്വീകരിക്കുന്നവരാ വിജയിക്കുന്നവർ, അതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിയർക്ക് സംഭവിച്ചതുപോലെ എൻ്റെ ഉമ്മത്തിനും സംഭവിക്കും. ഹദുവൻ നഅലി ബിൻ നഅൽ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെ മാറിന് മാറായി അവർ മുമ്പുള്ള മറ്റുള്ള ആളുകളെ പിന്തുടരും. എത്രത്തോളം എന്ന് പറഞ്ഞ് നബി ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാണ്, വഇന്ന ബനി ഇസ്രായീല, ബനു ഇസ്രായേല്യർ അവർ തഫറഖത് അലാ 72 മില്ല, 72 വിഭാഗമായി വേർപിരിയുകയുണ്ടായി. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എൻ്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. അപ്പം ആരും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല, അത് ഉണ്ടാവും. നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തി 73 പിരിയും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ ഒരു വിഭാഗം ഒഴികെ. ഈ വാക്ക് ഗൗരവമുള്ളതാ. എൻ്റെ ഉമ്മത്തി 73 ആയി പിരിയുമ്പോൾ അതിൽ എല്ലാം നരകത്തിലേക്കാണ്, ഒരു വിഭാഗം ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, അമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാ റസൂലേ സ്വർഗത്തിലേക്കുള്ള ആ ഒരു വിഭാഗം ആളുകൾ? അതെന്തിനാ ചോദിച്ചത്? അവരിൽ പെടാൻ വേണ്ടി, മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി. സ്വഹാബത്തിന്റെ ചോദ്യമാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ സ്വർഗത്തിലേക്കുള്ള ആ ഒരു വിഭാഗം ആളുകൾ? എന്താ പ്രവാചകന്റെ മറുപടി? മാ അന അലൈഹി വസുഹാബി, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്കുള്ളവരെന്ന് പറയുമ്പോൾ അന്ന് സ്വഹാബികളും റസൂലും സ്വീകരിച്ച വഴിയിൽ മുഹിയുദ്ദീൻ മാലുണ്ടോ? അതിനതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം മുഹിയുദ്ദീൻ മാലൻ അതിൻ്റെ പോരിശ് എന്താണെന്നറിയോ? ഒഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ഒരു തെറ്റുകൂടാതെ മുഹിയുദ്ദീൻ മാല കൃത്യമായി ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമ്പോഴും ആരാ പറഞ്ഞത്? അറിവില്ലാത്ത ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പൗരോഹിത്യം കെട്ടിച്ചമച്ചതല്ലേ അല്ലേ? അപ്പൊ ഒരു വിഭാഗം പറയാണ് ഇത് ചൊല്ലിയ സ്വർഗത്തേക്കാണ്. ഞങ്ങൾ പറയാ മുഹിയുദ്ദീൻ മാല, അതേപോലെ മുഹിയുദ്ദീൻ മൗലിദ്, അത് ശരിക്ക് വിശ്വസിച്ചുകൊണ്ടാണോ ചൊല്ലുന്നത്? അവൻ ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയേണ്ടി വരും. ഉണ്ട്. ഓരോന്നും വിശദീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. വെറുതെ ഞങ്ങളൊന്നും പറയാറില്ല. മുഹിയുദ്ദീൻ മാലയിലെ ഓരോ വരികളും അതിന് സമസ്തയിലെ പണ്ഡിതന്മാർ എഴുതി വെച്ച പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഇതാ കുഫറിന്റെ വരി, ഇതാ ഷിർക്കിന്റെ വരി, ഇതാ ഇസ്ലാമിന് പുറത്തു പോകുന്ന വരി, ഇതാ അപകടം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഒരു വിഭാഗം പറയാ ഇത് സ്വർഗത്തിലേക്കാണ്, ഒരു വിഭാഗം പറയാ ഇത് നരകത്തിലേക്കാണ്. എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് മാ അന അലൈഹി വ സുഹാബി. എത്ര എളുപ്പ! ഞാനും സ്വഹാബത്തും സ്വീകരിച്ചു നിങ്ങൾ ചെയ്യിൻ, അവരാണ് സ്വർഗത്തിലേക്ക് എന്ന് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർഗമാണ് എന്നും സ്വീകരിക്കേണ്ടത്. ഞങ്ങൾക്ക് എന്നും പറയാനും അത് തന്നെയാണുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തു, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശം കേട്ടപ്പോൾ സ്വഹാബത്തിന് തോന്നി ഇത് പ്രവാചകന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ, വിടവാങ്ങുന്ന ആളുടെ ഉപദേശം പോലെ. അപ്പൊ സ്വഹാബികൾ പ്രവാചകനോട് പറയാണ്, റസൂലേ ഇനിയും ഞങ്ങൾക്ക് ഉപദേശം നൽകൂ. അങ്ങനെ വീണ്ടും ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശം കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ഫഇന്നഹു മയ്യഅശ് മിൻകും ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ജീവിച്ചിരുന്നാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് ഭിന്നതകൾ കാണും. ഒരേ നാട്ടിൽ പല അഭിപ്രായക്കാർ, ഒരേ നാട്ടിൽ രണ്ട് പള്ളികളിലെയും ശൈലികൾ വ്യത്യസ്തങ്ങൾ, അങ്ങനെ പല അഭിപ്രായങ്ങളും കാണും. ഫഅലൈക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും, അപ്പോൾ നിങ്ങളുടെ ബാധ്യത. കണ്ടോ? ഇനി അടുത്ത വാക്ക് കേട്ടോ. എന്താ നിങ്ങളുടെ ബാധ്യത? വാപ്പകാരണവന്മാരെ പിൻപറ്റിക്കോ എന്നല്ല, ഭൂരിപക്ഷം നോക്കിക്കോ എന്നല്ല, മഹല്ലിൽ കാലങ്ങളായി എന്തുണ്ടോ അത് ചെയ്തോ എന്നല്ല, നേരെ മറിച്ച് ഫഅലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. സുബൈ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇരുന്നിട്ട്
സൂര്യൻ ഉദിക്കുവോളം ദിക്റുകൾ ചൊല്ലൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. സൂര്യൻ ഉദിച്ചതിനു ശേഷമേ സുബഹി നമസ്കാര ശേഷം റസൂൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നുള്ളൂ. ഇമാം മുസ്ലിമിൻ്റെ ഹദീസുകളിൽ കാണാം. എന്നാൽ ഇന്നത്തെ കാലത്തൊരു മനുഷ്യൻ പള്ളിയിൽ പോയിരുന്നാലോ അവനക്ക് നിസ്കരിക്കാനും പറ്റൂല, ദിക്ർ ചെല്ലാനും പറ്റൂല, ഒന്നിനും പറ്റൂല. കാരണം അവിടെ വേറെ ഡാൻസുകളാണ് അല്ലേ. ഇത് സ്വഹാബികൾ ചെയ്തതാ. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, എൻ്റെ സ്വഹാബത്തിനെ മുറുകെ പിടിക്കുക, ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗത്തെ മുറുകെ പിടിക്കുക എന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലില്ലാത്ത കാര്യങ്ങളാ സഹോദരങ്ങളെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീനിൽ മാറ്റം വരുത്തൽ വന്നു എന്നർത്ഥം. ദീനിൽ മാറ്റം വരുത്താൻ പാടില്ല. കാരണം ദീൻ എൻ്റെ അല്ല. അതല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും കുടുംബത്തിലെ മെമ്പർമാരുടെ അല്ല ദീൻ അള്ളാൻ്റെ മതമാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹ് പറഞ്ഞയക്കുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. എന്നിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന് ഇല്ലാത്ത കാര്യങ്ങൾ പിൽക്കാലത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരിക. ഇതെന്താ? അത് ദീനാണ്. ഇതോ അത് സ്വർഗത്തേക്കുള്ളതാണ്. ഇതോ ഇത് സുന്നത്തെ മാർഗ്ഗമാണ്. സുന്നത്തിന് ഏറ്റവും ബന്ധമല്ല, ജമാഅത്തിന് ഏറ്റവും ബന്ധമല്ല, ഖുർആനിന് ഏറ്റവും ബന്ധമല്ല, ഇസ്ലാമുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നബിക്കറിയാം. അല്ലാഹു തആല വഹയിലൂടെ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് ആ നബിയിലൂടെ അല്ലാഹു തആല എന്ത് പറയാൻ പറഞ്ഞു? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം വല്ലവനും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് ആര് ചെയ്താലും ശരി, എത്ര വലിയ ചെയ്താലും ശരി. വലിയ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊന്നുമില്ല. കാരണം നബിയേക്കാൾ വലിയൊരാളില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി ഇബ്രാഹിം മരിച്ചു. അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. നാട്ടുകാരെ വിശ്വാസം എന്താ? മഹാനായ ആൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്താൽ സൂര്യന് ഗ്രഹണം ബാധിക്കും. അപ്പൊ ഈ നബി ഇബ്രാഹിം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ. അപ്പോ ആ മഹാൻ മരിച്ചപ്പോ ഇവിടെ സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഈ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറയാണ്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാൾ ജനിച്ചത് കൊണ്ടോ ഒരാൾ മരിച്ചത് കൊണ്ടോ സൂര്യന് ഗ്രഹണം ബാധിക്കുകയില്ല. കണ്ടോ, ഞാൻ വലിയ ആളാണ് അതുകൊണ്ട് നിങ്ങൾ കൊടുന്നോളി എന്ന് പറഞ്ഞിട്ട് ആ ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയല്ല അന്ന് തങ്ങന്മാരുടെ നേതാവ് ചെയ്തത്. മറിച്ച് തെറ്റായ വിശ്വാസം കണ്ടപ്പോൾ തിരുത്തി കൊടുക്കുക ചെയ്തത്. അതിനൊന്നത്തെ ആൾക്കാർക്ക് സാധിക്കുമോ? ഇല്ല. അവരുടെ പണി എന്താ? എങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അന്ധവിശ്വാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അല്ലേ. ഈ വേനൽക്കാലം വരുമ്പോൾ കടപ്പുറത്തുള്ള ആളുകൾക്ക് വരൾച്ചയും പ്രയാസവും വരാതിരിക്കാൻ കടപ്പുറത്ത് പോയി നിന്ന് പഴത്തിന്റെ തൊലി ഉരിഞ്ഞ് ആ പഴം കടലിലേക്ക് എറിയുന്ന അത്രത്തോളം അന്ധവിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ ആളുകൾ അത് പേരിഞ്ഞ് എന്ത് തങ്ങൾ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം തങ്ങന്മാരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മാഷാ അല്ലാഹു വശിഅത, നിങ്ങളും അള്ളയും ഉദ്ദേശിച്ച പോലെ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ പാടില്ല കുൽ മാഷാ അല്ലാഹു വഹദ, അല്ല മാത്രം ഉദ്ദേശിച്ചതെന്നേ പറയാവൂ, എന്നെ അതിലേക്ക് ചേർത്താൻ പാടില്ല. അജഅൽതനി ലില്ലാഹി നിബ്ദാ, നീ എന്നെ റബ്ബിന് സമമാക്കുകയാണോ എന്ന റസൂൽ ചോദിച്ചത്. അല്ലാണ്ട് ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞപ്പോൾ ഒന്നല്ല. അത് വെച്ചിട്ട് ഇവൻ എങ്ങനെയും ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ വഴി നോക്കുകയല്ല. നേരെ മറിച്ച് ശരിയായ വിശ്വാസം പറഞ്ഞു കൊടുത്തു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹിൻ്റെ ദീനിൽ പല കാരണങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് പലരും പലതും കൊണ്ടുവരുന്നു. അത് സ്വീകരിക്കരുത്. കാരണം തള്ളപ്പെടേണ്ടതാണ്. അത് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗമല്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ അറിയോ? വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് എല്ലാവർക്കും അറിയാം. ഹല്ലതാക ഹദീസുൽ ഖാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആകെക്കൂടെ മൂടിക്കളയുന്ന ആ ഒരു സംഭവത്തിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് വന്നു കിട്ടിയോ? ഹല്ലതാക ഹദീസുൽ ഖാശിയ, പരലോകത്തെക്കുറിച്ച് അല്ലാഹ് പറയണത്. വജൂഹു യൗമഇദിൻ ഖാശിഅ, അന്ന് ചില മുഖങ്ങൾ ഭയപ്പാടോടുകൂടിയായിരിക്കും. പരലോകത്ത് വന്ന ഭയങ്കര പേടി. എന്തുകൊണ്ടാ പേടി? ഒന്നും ചെയ്യാതെ വന്നിട്ട് അല്ല,
ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ചവയാണ്, ക്ഷീണിച്ചവയാണ്. ഇവിടുന്ന് കുറേ പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ പരലോകത്ത് വന്നപ്പോൾ ഒന്നുമില്ല. തസ്ലാ നാറൻ ഹാമിയ, അവൻ നരകത്തിലേക്കാണ്. പണിയെടുത്തിട്ടും നരകത്തിലേക്ക്, അമല് ചെയ്തിട്ടും നരകത്തിലേക്ക്. ഇത് നമ്മൾ പറയണതല്ല, നമ്മുടെ തീരുമാനമല്ല, അള്ളാഹ് പറയാണ്. ആമിലത്ത്, ഇന്നെങ്കിലും പോയി പറിച്ചു നോക്കിയും പരിഭാഷ. അതുകൊണ്ടാണ് മുജാഹിദുകൾ ഖുർആൻ പഠിപ്പിക്കുന്നത് ആൾക്കാരെ. മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിൽ ആദ്യം ഖുർആൻ പരിഭാഷ കൊണ്ടുപോയേക്കും. നമ്മുടെ പള്ളിയുള്ളത് കിട്ടൂല, നമ്മുടെ സമസ്തൻ്റെ പള്ളിയുള്ളത് ഖുർആൻ പരിഭാഷ കിട്ടൂല. എന്താ കാരണം? ആൾക്കാരെങ്ങാനും അതെടുത്ത് വായിച്ചു നോക്കിയാൽ പിന്നെ വേറെ തട്ടിപ്പൊന്നും നടക്കൂല. നമ്മൾ പള്ളി ഉണ്ടാക്കിയ ആദ്യത്തെ പണി എന്തെന്നറിയോ? ഖുർആൻ പരിഭാഷ ഉണ്ടാക്കിയല്ല, സാധാരണക്കാർ വായിക്കട്ടെ, അവർക്ക് പഠിക്കാനുള്ളതാണത്. ഹദീസിൻ്റെ പരിഭാഷകൾ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ആളുകളുടെ കയ്യിൽ മനസ്സിലാകുന്നതൊന്നും പള്ളിയിൽ ഇവർ വെക്കൂല. ആർക്കും എടുത്താൽ മനസ്സിലാകാത്ത 10 കിതാബിൻ്റെ പഴയ ഏടോ അല്ലെങ്കിൽ നബാത്തി കുത്തുബിൻ്റെ പഴയ കീറിയ ബുക്കുണ്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കുന്നതാണ് അൽമാറയിൽ. ഈ ആളുകൾക്ക് വായിക്കാൻ പറ്റിയൊരു ഖുർആൻ പരിഭാഷ, ഹദീസിൻ്റെ പരിഭാഷ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ മുജാഹിദിൻ്റെ പരിഭാഷ ഒന്നും കൊണ്ടണ്ട. ഇവിടെ വേറെ എത്ര പരിഭാഷ ഉണ്ട്. കൂറ്റനാട് ഗേവിൻ്റെ പരിഭാഷ ഉണ്ട്. അതേപോലെ തന്നെ വേറെ കണ്ണൂർക്കാരൻ ടി.കെ. അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷ ഉണ്ട്. നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ മൂത്തേടം, ജർമ്മനിയിൽ നബിനെ കൊടുക്കുന്ന ആള്, മൂപ്പരെ പരിഭാഷ ഉണ്ട്. ഇങ്ങനെ പല പരിഭാഷയുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വെക്കി. അമാനി മൗലവിൻ്റെ വേണ്ട, പറപ്പൂരിൻ്റെ വേണ്ട, ഒന്നും വേണ്ട. സുന്നി പണ്ഡിതന്മാർ എഴുതിയ ഖുർആൻ പരിഭാഷ. കാരണം അർത്ഥം എല്ലാവരും എഴുതിയാലും ഒന്ന് തന്നെ. അതിൽ നിങ്ങൾ മുയബ്ദി ശേഖരെ വിളിച്ചോന്ന് കാണൂല, അല്ലല്ലാത്തവരെ വിളിക്കരുതേന്നേ കാണുള്ളൂ. ആ ജനങ്ങളിങ്ങനെ വായിച്ചാൽ ഖുർആന് പ്രത്യേകത ഉണ്ട്, വേഗം മനസ്സിൽ തട്ടും. ഖുർആന് പ്രത്യേകത ഉണ്ട്, വേഗം മനസ്സിൽ തട്ടും. അതുകൊണ്ടാണ് മുജാഹിദുകളുടെ ഖുർആൻ ക്ലാസ്സിന് പോകുന്ന ആളുകളോട് ഇവർക്ക് വലിയ അരീശം. അതിന് ആളുകൾ പോകുന്നിടത്തോളം ഇവിടെ കുത്തുബിയത്തിന് ആളെണ്ണം കുറയും, കുത്തുബിയത്തിന് ആടിൻ്റെ എണ്ണം കുറയും, മഹാദൂറത്തിൽ പത്തിരിയുടെ ആളിൻ്റെ എണ്ണം കുറയും, അപ്പം കിട്ടുന്ന വരുമാനം കുറയും. അതൊക്കെ വല്ല ബേജാറ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അവരെ പോക്കറ്റ് അടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു പരലോകത്തേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി. അല്ലാണ്ട് മരണം വരെ പോരട്ടെ എന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഈ പ്രഭാഷണത്തിൻ്റെ പേരിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, വസ്തുത ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്തിട്ട് നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ കൈമലർത്തി പോകുന്ന രംഗം വരാൻ പാടില്ല. ഇത് ഖുർആൻ പറഞ്ഞതാ. ഈ പോയി തഫ്സീർ എടുത്ത് നോക്കി. ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ചിട്ടും ക്ഷീണിച്ചു വന്നിട്ടും പരലോകത്ത് പ്രതിഫലം കിട്ടാതെ നരകത്ത് പോകുന്നവർ ആരാന്നറിയോ? പല കാരണമുണ്ട്. ഒന്ന്, നിയ്യത്ത് ശരിയല്ലാതെ പ്രവർത്തിച്ചവർ. ആൾക്കാരെ കാണിക്കാൻ സ്വതക്ക കൊടുത്തു, ആൾക്കാരെ കാണിക്കാൻ അങ്ങനെ ചെയ്തു, ആളുകളെ കാണിക്കാൻ അങ്ങനെ ചെയ്തു. ആ പണിക്ക് റബ്ബിൻ്റെ അടുക്കൽ കൂലില്ല. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. അപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നില്ല, അത് നരകത്തിലേക്കാണ്. ഇത് ഖുർആനും ഹദീസൊക്കെ വ്യക്തമാക്കിയ കാര്യമാണ്. രണ്ടാമത്തതോ, നബി പഠിപ്പിക്കാത്തത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് ചെയ്തു. പ്രവാചകന് പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നു. അതുകൊണ്ട് ആ സഹോദരങ്ങളെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ ഉത്തബിഉസ്സുന്ന എന്നറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. എന്താ ബിദ്അത്ത് പറഞ്ഞാൽ? പുതിയതുണ്ടാക്കിയത്. മതത്തിൽ മൈക്കല്ല, പള്ളിയിലെ ഹൗദല്ല. ഇനി മൗലവിമാർ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയാം, നിങ്ങളെ പള്ളിയിൽ ഹൗദില്ലേ? റസൂലിൻ്റെ കാലത്ത് ഹൗദുണ്ടോ? നിങ്ങളെ പള്ളിക്ക് 2-ാം നിലയല്ലേ? റസൂലിൻ്റെ കാലത്ത് 2-ാം നില ഉണ്ടോ? ആ അന്തള്ളവർക്ക് തിരിച്ചറിയും. അതല്ല പറയണത്. നമ്മുടെ ഈ ഷാദുലിയ റാത്തീബ് എന്ന റാത്തീബ്, നമ്മുടെ ജലാലിയ റാത്തീബ് എന്ന റാത്തീബ്, അതിനെക്കുറിച്ചാണ് ചർച്ച. റിഫായി റാത്തീബ് എന്ന റാത്തീബ്, അതിൽ 301 എന്ന ചർച്ച. ആ എണ്ണം 101 എന്ന എണ്ണം, ഇതൊക്കെ പലതുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ജലാലിയ റാത്തീബ്. പല മഹല്ലുകളിലും 2 വ്യാഴാഴ്ച കൂടുമ്പോൾ, ചില മഹല്ലുകളിലും മാസം കൂടുമ്പോൾ. എന്നാൽ അതിനുവേണ്ടി പെട്ടി വെച്ചിട്ടുണ്ടാകും. റാത്തീബിൻ്റെ പെട്ടി, സ്വലാത്തിൻ്റെ പെട്ടി, പെട്ടില്ലാത്ത ചോറില്ലാത്ത ഒരു ഏർപ്പാടില്ല. ആകെ ഇതിനെ സുഹൃത്തുക്കളെ പൗരോഹിത്യം എന്ന് പറയാം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. അന്യായമായി ജനങ്ങളുടെ സ്വത്ത് തിന്നുന്നവർ, അവർക്ക് പറയേണ്ട സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കോ? ഇല്ല. അവർക്ക് പഠിപ്പിക്കേണ്ട ആചാരം പഠിപ്പിച്ചു കൊടുക്കോ? ഇല്ല. ഖബറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉസ്താദിനെ വിളിച്ചു പോകണം. അതിന് നിങ്ങൾ 500 കൊടുക്കേണ്ടി വരും എന്ന് കരുതി പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ഒറ്റക്ക് തുയർക്കാൻ പോകരുത്. ഒരു മൂല്യരെ വയലാണത്. അങ്ങനെ പറയേണ്ടത്.
നിങ്ങൾ ഖബറിലേക്ക് ചെന്നാൽ അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ അൻതും സലഫുനാ വനഹ്നുൽ അസർ വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലകുമുൽ ആഫിയ. നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണം, ഇത് പഠിക്കി എന്ന് പറഞ്ഞ് സാധാരണക്കാരനെ പഠിപ്പിച്ചു കൊടുക്കൂ. ഒരൊറ്റ സുന്നത്തും പഠിപ്പിക്കൂല. എന്തൊക്കെ ബിദ്അത്തുണ്ടോ അതിനൊക്കെ നേതൃത്വം കൊടുക്കും. കാരണം ഞങ്ങൾ മുമ്പിൽ വേണം, എന്നിട്ട് ഞങ്ങൾക്ക് അവരെ കൊണ്ട് ജീവിക്കണം. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പഴച്ചവരാണ്, പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ ജലാലിയ റാത്തീബ് ചൊല്ലുമ്പോൾ ഇതാരും അംഗീകരിക്കാത്തവരല്ലല്ലോ, ഇതാരും നിഷേധിക്കൂലല്ലോ. ഈ ജലാലിയ റാത്തീബിന്റെ തുടക്കത്തിൽ ഇതാ കാണാ, അറാത്തിബത്തുൽ ജലാലിയത്തു ഫി ത്വരീഖത്തിൽ ഖാദിരിയ, ഖാദിരിയ ത്വരീഖത്തിലുള്ള ജലാലിയ റാത്തീബ്. അതിന്റെ തുടക്കത്തിൽ കുറച്ച് ദിക്റുകൾ പറയുന്നുണ്ട്. അതിലൊരു ദിക്ർ എന്താണെന്നറിയോ? കേട്ടോളൂ. ഇല്ലല്ലാ പറയും. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ എത്ര തവണ ഇല്ലല്ലാ ഇല്ലല്ലാ? അത് 100. ഈ 100 എന്ന ദിക്ർ എണ്ണ എവിടുന്ന് കിട്ടി? സുബൈ നമസ്കാര ശേഷം നമ്മൾ ഇരുന്ന് ചൊല്ലുകയാണ് ഓരോ ദിക്റുകളും. അല്ലേ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, വേറെ റിപ്പോർട്ടുകളിൽ 34 എന്നുമുണ്ട്. അവിടെ ഒരു എണ്ണമുണ്ട്. എവിടുന്ന് കിട്ടിയ എണ്ണം? അത് ഹദീസിലുണ്ട്. ശേഷം രാവിലത്തെ ദിക്റുകൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയപ്പെടുന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ദിക്ർ മുതൽ 10-24 വരുന്ന ദിക്റുകൾ. അതിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ 100 ഹദീസുകളിലുണ്ട്. ഞങ്ങൾ ചൊല്ലുന്നു, ജനങ്ങളെ ചൊല്ലാൻ പഠിപ്പിക്കുന്നു. ഈ സുന്നത്തുകൾ ജനങ്ങൾ പഠിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇല്ലല്ലാ 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 ഈ 100 എവിടുന്ന് കിട്ടി? ഈ ദിക്ർ എവിടുന്ന് കിട്ടി? 1. രണ്ടാമത്തേത് പിന്നെ അതിൽ പറയുന്ന മറ്റൊരു ദിക്റാണ്. എന്താ അറിയോ? ഹൂ ഹൂ. അല്ലാഹുവിന്റെ റസൂൽ എത്ര തവണ ഹൂ ഹൂ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇനിയിപ്പോ വരും ലാ ഇലാഹ ഇല്ലാ ഹൂ എന്നില്ലേ? അത് വെറും ഹൂ എന്നല്ല, അത് ലാ ഇലാഹ ഇല്ലാ ഹൂന്നാ. അങ്ങനെ പറയണമെങ്കിൽ അതിന് മുമ്പ് അല്ലാഹ് എന്നുള്ള പദവും വരണം. ഹൂ ഹൂ 100. ഈ ദിക്ർ എവിടുന്ന് വന്നു? 100 എന്ന കണക്ക് എവിടുന്ന് വന്നു? ഇത് സുന്നത്തല്ല, ജമാഅത്തല്ല, പുത്തൻവാദമാണ്. നിങ്ങൾ പുത്തൻവാദികളുടെ കൂടെ കൂടരുത്. സുന്നത്തിലുള്ളതിലേക്ക് മടങ്ങണേ. ഞങ്ങൾക്കതാ പറയാനുള്ളത്. പിന്നെയോ അല്ലാഹു മൗജൂദും ബിൽ വുജൂദി, അല്ലാഹു മൗജൂദും ബിൽ വുജൂദി 33. അതിന് എണ്ണം കുറഞ്ഞു. വില ഉണ്ടാക്കിയ കണക്കേ അല്ലാഹ് ഓലെ ഏൽപ്പിച്ചില്ല. നിങ്ങൾ ഉണ്ടായിക്കോളേ. നിങ്ങൾ പല തരീക്കത്തും പല പേരിലും പലതും ഉണ്ടല്ലോ, നിങ്ങൾ തോന്നിയതൊക്കെ ഉണ്ടായിക്കോളി എന്ന് പറഞ്ഞാൽ ഏർപ്പാടാക്കിയ പോലെയാ. സഹോദരങ്ങളെ, ചിന്തിച്ചൂടെ? ഖുർആനും സുന്നത്തും മാതൃകയാക്കി ജീവിക്കണമെന്ന് പഠിപ്പിച്ചു പോയ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കോപ്രായങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തിനതിനെ പിറകെ കൂടണം? അടുത്ത ദിക്ർ എന്താണെന്നറിയോ? ഹൂ അല്ലാ ഹൂ ഹൂ അല്ലാ. അത് ചൊല്ലുമ്പോൾ ചിലപ്പോൾ ആടാനൊക്കെ തോന്നും. കാരണം ഇസ്ലാമിലില്ലാത്തതല്ലേ. അപ്പം കുറേ ആടുമ്പോൾ കുറേ ചാടാൻ തോന്നും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഹൂ അല്ലാ ഹൂ ഹൂ അല്ലാ. പിന്നെ ഹക്കുൻ തൂ ഹക്കുൻ. ഇസ്ലാമിൽ ഉറുദുവിലൊരു ദിക്റുണ്ടോ? ഹക്കുൻ തൂ ഹക്കുൻ എന്നാണ്. അങ്ങനെ ഏത് ദിക്റാ ഇസ്ലാമിലുള്ളത്? ഏത് ഹദീസിലുള്ളത്? അത് 100 തവണ. അങ്ങനെ അത് കഴിഞ്ഞാലോ അംതൽ ഹാദി അംതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. അങ്ങനെ ചൊല്ലി അത് 11 തവണയാണ്. കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയണം, ഇങ്ങോട്ട് ശരിയണം, തല ഇങ്ങോട്ടാക്കണം, താടി പടം മുട്ടണം, നെറ്റിമക്കണം, പോയി തിരിച്ചു പോകണം. ഇത് ഓരോ ത്വരീഖത്തിലും ഓരോരോ രൂപത്തിലാണ് വരിക. മനസ്സിലായല്ലോ? ഇതിൻ്റെ പേരാണ് പുത്തൻവാദം. ഇതാണ് ബിദ്അത്ത്, ഇതാണ് വലാലത്ത്. ഇത് ചെയ്യാൻ പാടില്ല. അതാണ് ഇബ്നു ഉമർ പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ വലാല. ഇതൊക്കെ വഴികേടാണ്. അപ്പം കാണാം നല്ലത് ചീത്തത് പറഞ്ഞ് വേറൊരു ഇതായിട്ട് വരുന്നു. അങ്ങനെ നല്ലതും ചീത്തമൊന്നുമില്ല. കാഷ്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ കാഷ്ട. നല്ല കാഷ്ടം ചീത്ത കാഷ്ടവും ഇല്ല. അതെല്ലാം കേടാണ്, എല്ലാം ദുർഗന്ധമുള്ളതാണ്. അത് നല്ലതും ചീത്തവും വേർതിരിക്കാനൊന്നുമില്ല. പിന്നെ ഭാഷാപരമായിട്ട് ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേറെ വിഷയം. മതത്തിൽ എല്ലാം വഴികേടാണ്. വൈൻ റആഹന്നാസു ഹസന, ജനങ്ങൾ നല്ലതാണെന്ന് കണ്ടാലും ശരി. ഇബ്നു ഉമർ പറഞ്ഞതാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അലൈക ബിൽ ഇസ്തിഖാമ, നീ നേരെ ചൊവ്വയുള്ള വഴിയിൽ നിലകൊള്ളണം. വത്തിബാ അൽ അസർ, സ്വഹാബത്തിന്റെ താബിഈന്റെ മാർഗത്തെ പിൻപറ്റണം. വഇയ്യാക വത്തബദ്ദുഅ, പുതിയതുകളെ നീ സൂക്ഷിക്കണം. ആ പുതിയതാ ജലാലിയ, ആ പുതിയതാ ഷാദുലിയ, ആ പുതിയതാ അപ്പോഴത്തെ ത്വരീഖത്തുകളൊക്കെ.
ആ ത്വരീഖത്തിലെ പല ദിക്റുകളും, ആ ത്വരീഖത്തിലെ ദിക്റുകളുടെ എണ്ണങ്ങൾ, അത് ചൊല്ലുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അതൊക്കെ ഈ തബദ്ദുഇൽ പെട്ടതാണ്. നീ ബിദ്അത്തിനെ സൂക്ഷിക്കണേ എന്ന് നമ്മുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാ, ഇയ്യാകും, നീ സൂക്ഷിക്കണം, വമബ്തുദിഅ, പുതിയ ബിദ്അത്തുകളെയും സൂക്ഷിക്കണം. ഫഇന്ന മബ്തുദിഅ ളലാൽ, ബിദ്അത്ത് സ്വീകരിച്ചവൻ, ബിദ്അത്ത് കൊണ്ടുവന്നവൻ, അതിനെ പിന്നാലെ കൂടിയവൻ, അത് വഴികേടാണ്. അതുകൊണ്ട് പുതിയതായി കൊണ്ടുവന്ന് വഴികേടാണ് എന്ന് മുആദ് ബിൻ ജബൽ പറയുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പറയാണ്, ഇബ്തബിഉ, പിൻപറ്റണേ. ആരെ പിൻപറ്റ്? ഖുർആനെ പിൻപറ്റ്, ഹദീസിനെ പിൻപറ്റ്, സ്വഹാബത്തിനെ പിൻപറ്റ്. ഒരിക്കലും പഴക്കൂല. വലാ തബ്തദിഉ, പുതിയത് കൊണ്ടുവരരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് എത്രയോ മതിയായതാണ്. ആ പഠിപ്പിക്കപ്പെട്ട ഖുർആൻ, അതിലുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി. പഠിപ്പിക്കപ്പെട്ട ഹദീസ്, അതിലുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി. സ്വഹാബത്തിന്റെ ജീവിതം, അതിലുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി. അത് മതി നിങ്ങൾക്ക്. വകുല്ലു ബിദ്അത്തിൻ ളലാല, പുതിയ ബിദ്അത്തുകളെല്ലാം വഴികേടാണ്. അങ്ങനെ സ്വഹാബികൾ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യണത് ഇപ്പം എന്തിനാ? ദുനിയാവിൽ ഗുണം ഉണ്ടാകാനാ. നമ്മുടെ സ്വലാത്തിന് ലക്ഷ്യം എന്താ? സ്വർഗമാണല്ലോ, പരലോകത്തെ പ്രതിഫലമാണല്ലോ. ഇവിടുത്തെ രോഗം മാറാനാണ്, ഇവിടുത്തെ കച്ചവടം നന്നാകാനാണ്. അങ്ങനത്തെ ഒരു സ്വലാത്ത് മദ്ദി റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ പല ആളുകളും സ്വലാത്തുൽ ഫാത്തിഹ്, താജു സ്വലാത്ത്, കെൻസുൽ അർഷ്, നാരിയ സ്വലാത്ത്, ഇങ്ങനെ പലതോടും നടക്കുന്നുണ്ട്. എന്നിട്ട് ഓൺലൈനായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുക. എന്നിട്ട് ഹായ്, അയാൾ സലാം ഉണ്ട്, വലൈക്കും അസ്സലാം. എന്നിട്ട് സലാത്തിന് കുറച്ച് ചെല്ലും. അവൾക്ക് ഗർഭമുണ്ട്, ആൺകുട്ടി വേണം, അള്ളാഹ് ആൺകുട്ടിയായി കൊടുക്കട്ടെ. എന്നിട്ട് അവൻ അതിൻ്റെ കൂടെ പിന്നെ ഗൂഗിൾ പേ. എന്തൊക്കെ തട്ടിപ്പാണ് നിങ്ങൾക്ക്! ഇതൊക്കെ നമ്മൾ എന്നാന്ന് മനസ്സിലാക്കുക, എന്ന് തിരിച്ചറിയുക. നമ്മളാരും സഹോദരങ്ങളെ സ്വലാത്തിനെതിരല്ല. ആരും സ്വലാത്ത് ചൊല്ലണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബാങ്കിൻ്റെ മുമ്പൊരു സ്വലാത്ത് കാണാം, അത് ഇസ്ലാമിലില്ല. എന്തേ കാരണം? സ്വലാത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല. നബി പഠിപ്പിച്ച ബാങ്കിൻ്റെ തുടക്കം അല്ലാഹു അക്ബർ എന്നാണ്. ചില നാട്ടിൽ കാണാം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ ബാങ്ക് തുടങ്ങും. അല്ലാഹ് പഠിപ്പിച്ച ബാങ്കിനെ മാറ്റിമറിച്ചു, ദീനിൽ നിന്ന് നിയമം മാറ്റുക. എന്നാ ബാങ്ക് കഴിഞ്ഞാലോ ഒരു സ്വലാത്തുണ്ട്, ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ, അതാണ് എൻ്റെ സുന്നത്ത്. ഉള്ളത് ചെയ്യുക, ഇല്ലാത്ത ഒഴിവാക്കുക. പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് നമ്മൾ പിന്നെ പള്ളിയിൽ കയറുമ്പോണ്ട് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറയണം, നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലണം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അഊദു ബില്ലാഹിൽ അളീം ബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഈ സുന്നത്തൊക്കെ പഠിക്കും. അല്ലാണ്ട് വെറുതെ ചാടിക്കളിച്ചോണ്ടൊന്നും സ്വർഗത്ത് പോകാൻ കഴിയില്ല. ചെയ്യേണ്ടത് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയതിൻ്റെ ആവശ്യമില്ല നമുക്ക്. എന്തുകൊണ്ട്? അതും പ്രവാചകൻ പഠിപ്പിച്ചു. മാ തറക്തു ശൈഅൻ യുഖർരിബുകും മിനല്ലാഹി ഇല്ലാ വഖദ് അമർതുകും ബിഹി വമാ തറക്തു ശൈഅൻ യുബ്ഇദുകും അനില്ലാഹി ഇല്ലാ വഖദ് നഹൈതുകും അൻഹു. അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നാരും ഇത് അല്ലാഹുവിലേക്ക് അടുക്കാനാണ്, ഇത് റസൂലിലേക്ക് അടുക്കാനാണ്, ഇത് സ്വർഗത്തേക്ക് അടുക്കാനാണ് എന്ന് പറഞ്ഞ ആരും കൊണ്ടുവരണ്ട. മനസ്സിലായിക്കോളി, അത് അവരെ കൊട്ടാരം വലുതാക്കാനാണ്, അത് അവരെ വീട് വലുതാക്കാനാണ്, അവർക്ക് കുറേ പറമ്പ് വാങ്ങാനാണ്. അങ്ങനെ തന്നെ അന്ന് കേരളത്തിൻ്റെ മുഴുവൻ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവർ വളരുന്നുണ്ട്, അവർ വലുതാകുന്നുണ്ട്, അല്ലാണ്ട് ജനങ്ങളുടെ ദീന് നന്നാക്കാനും അവരെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കാനൊന്നുമല്ല. അപ്പോൾ ആരെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അള്ളാഹിലേക്ക് അടുക്കാനും സ്വർഗത്തേക്ക് അടുക്കാൻ ആവശ്യമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഹദീസിൽ കാണാം. ഒരു ചരിത്ര റിപ്പോർട്ടാണ്. അതായത് ഒരാൾ വന്നിട്ട് ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്, മിൻ ഐന ഉഹ്രിം, ഞാൻ എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക് എന്ന് പറഞ്ഞാൽ ഇമാമു ദാരിൽ ഹിജറ, പ്രവാചകന്റെ ഹിജറയുടെ ഭവനമായ മദീന. ആ മദീനയിലെ ഇമാമാണ് ഇമാം മാലിക്. 40-40 കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ നേതൃത്വം കൊടുത്ത മഹാനായ പണ്ഡിതനാണ്. ആ ഇമാം മാലിക് റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, മിൻ ഐന ഉഹ്രിം, ഞാൻ എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അപ്പോൾ ഇമാം മാലിക് സിമ്പിളായ മറുപടി കൊടുത്തു, മിനൽ മീഖാത്ത്, മീഖാത്തിൽ നിന്ന്. എല്ലാവർക്കും അറിയാം, മദീനത്തു നിന്ന് വരുമ്പോൾ ദുൽഹുലൈഫയിൽ നിന്ന്, ഇങ്ങനെ ഇവിടെ തായിഫ് നിന്ന് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടെ ഖർനുൽ മനാസിൽ നിന്ന്, അങ്ങനെ ഓരോ മീഖാത്തുകളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മദീനയിലാണല്ലോ, മീഖാത്തിൽ നിന്ന്. ഏതാ മീഖാത്ത്? അല്ലദീ വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹറമ മിൻഹു,
ഇവിടെ നിന്നാ നബി ഇഹ്റാമിൽ പ്രവേശിച്ചത്, ഇതാ നബി നിശ്ചയിച്ച മീഖാത്ത്, അതുകൊണ്ട് ആ മീഖാത്ത് പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പോൾ ഈ മനുഷ്യൻ പറയാ, ഞാൻ ഇവിടുന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാലോ? എവിടുന്ന്? മദീനത്തെ പള്ളിയിൽ നിന്ന്. ആ പള്ളിയിൽ നിന്ന് ഇനിയും കിലോമീറ്ററുകളുണ്ട് മീഖാത്തിലേക്ക്, അവിടെ പോയിട്ട് വേണം ഇഹ്റാമിൽ കയറാൻ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാനും ഇവിടെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാലോ? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, ലാ അറാദാലിക്ക, ആ അഭിപ്രായക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, മാ തെക്കറവുമിന്താലിക്ക, എന്തിനായ നിങ്ങൾ വെറുക്കണത്? കാരണം ഈ ഇഹ്റാമിൽ കയറിയാൽ ഒരാൾ മുഹരിമായി, അപ്പോൾ പിന്നെ ഇവിടെ മുതലേ എനിക്കെന്ത് ചെയ്യാം? തെൽബിയത്തൊക്കെ ചൊല്ലി, അപ്പം ഞാൻ അപ്പോഴും പുണ്യം കൂടുതൽ കിട്ടല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇമാം മാലിക് പറഞ്ഞൊരു വാക്കുണ്ട്, അക്റഹു അലൈക്കൽ ഫിത്ന, നിന്റെ കാര്യത്തിൽ ഞാൻ ഫിത്നയെ ഭയപ്പെടുന്നു. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, വഅയ്യു ഫിത്നത്തിൻ ഫിസ്ദിയാദിൽ ഖൈർ, ഞാൻ ഒരു നന്മ വർദ്ധിപ്പിക്കല്ലേ, അവിടെ പോയി ഇഹ്റാമിൽ കയറുന്നതിന് പകരം ഇവിടെ തന്നെ കയറിപ്പോയാൽ കൂലി കൂടുതൽ കിട്ടുമല്ലോ, അപ്പം ഖൈറല്ലേ, നല്ലതല്ലേ, എന്താ കുഴപ്പം എന്നൊരു ചോദ്യം ഇന്നത്തെ ഉസ്താദുമാർ ചോദിക്കുന്ന പോലെ മയ്യിത്തിൻ്റെ അടുക്കൽ യാസീൻ ഓതുമ്പോൾ നല്ലതല്ലേ, അവിടെ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നല്ലതല്ലേ, മരിച്ച അന്ന് എല്ലാവരും കൂടിയിരുന്ന് ദിക്ർ പാർസലാക്കിയാൽ നല്ലതല്ലേ, എന്താ പറയാ, നബി ചെയ്തോന്ന് ചോദിച്ചാൽ നല്ലതല്ലേ, പ്രമാണല്ല, കടന്ന് ഉരുളുക, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് പാടില്ല ഉസ്താദുമാരെ, അത് പാടില്ല സാധാരണക്കാരെ. നമുക്ക് പരലോക ഭവനം വേണം. അള്ളാഹു നമ്മുടെ കാര്യത്തിലും ഗൗരവത്തോടു കൂടി ചോദ്യമുണ്ട്. നമ്മൾ തെറ്റിച്ച ബിദ്അത്ത് പഠിപ്പിച്ച വലാലത്തിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മത്തിന്റെ കാര്യത്തിലും സ്വന്തം ഭാരവും ആരെ പിഴപ്പിച്ചോ ആ പിഴപ്പിക്കപ്പെട്ടവന്റെ ഭാരവും നാളെ പരലോകത്ത് ഏറ്റെടുക്കേണ്ടി വരും. നല്ലതല്ലേ എന്ന് ഇനി പറയരുത്. ഇമാം മാലിക്കിനോട് ഇയാൾ ചോദിക്കുക, നല്ലതല്ലേ, എന്താ കുഴപ്പം? ഇമാം മാലിക് പറയാണ്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫല്യഹദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വലിയ കുഴപ്പം ഫിത്ന ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ബാധിക്കും. വഅയ്യു ഫിത്നത്തിൻ, അദ്ദേഹം ചോദിക്കുക, വഅയ്യു ഫിത്നത്തിൻ അക്ബറു മിൻ അന്നക ഖസ്സസ്ത ബിഫളിൻ ലം യഖ്തസ് ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഫളിൽ കാണാത്ത, നബി മഹത്വം കാണാത്ത, നബി ഖുസൂസിയത്ത് കാണാത്ത ഒരു വിഷയത്തിന് നീ മഹത്വം കാണുമ്പോൾ എടോ അതിനേക്കാൾ വലിയ ഫിത്ന ഏതാണുള്ളത് എന്ന് അന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഉസ്താദുമാരോടും ചോദിക്കാനുള്ളത്. ഈ ഒരു ചോദ്യത്തിലൂടെയുള്ള ആശയമാണ് സാധാരണക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒഴിവാക്കുക. പല ജാതി ബിദ്അത്തുകളുണ്ട്, പലതുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങി അല്ലേ, മരണ വീട്ടിൽ പല വിഷയങ്ങളും. സൂറത്ത് യാസീൻ ഓതാൻ എതിരാണ് വഹാബികൾ, നമ്മളെതിരല്ല. എന്നും ഓതിക്കോളി, ആരാ ഓതണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ 500 കിട്ടിയാലുള്ള ഒരു ഓത്തുണ്ടല്ലോ, ആ ഓത്ത് ബിദ്അത്താ. മരിച്ച വീട്ടിൽ അന്നൊരു പ്രത്യേക ഒരു യാസീൻ നബി പഠിപ്പിച്ചിട്ടില്ല. നബി ജീവിച്ചിരിക്കുമ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചത്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് 2 ഭാര്യമാര് മരിച്ചത്. നബി ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു പേരക്കുട്ടി മരിച്ചത്. നബി ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മകള് മരിച്ചത്. നബി ജീവിച്ചിരിക്കുമ്പോഴാണ് 4 ആൺകുട്ടികൾ മരിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേർക്ക് യാസീൻ ഓതി? അന്ന് എത്ര സ്വഹാബികളെ ഖുർആൻ എടുത്തു വരി യാസീൻ ഓതി, അല്ലെങ്കിൽ കല്ലിലോ തൊലിയിലോ എഴുതി വെച്ച കഷ്ണൊക്കെ എടുത്തു വരി യാസീൻ ഓതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുണ്ടെന്ന് പറയാൻ ഈ യാസീൻ ഓതി കാശു വാങ്ങി ജനങ്ങളെ സുന്നത്ത് പഠിപ്പിക്കാതെ ബിദ്അത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല. പിന്നെ ഇഖ്റഉ മൗതാക്കും സൂറത്തു യാസീൻ ഹദീസില്ലേ, അത് ദുർബലമാണ്. ആരാ പറഞ്ഞ്? ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്, വേറെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണമുണ്ട്. അതിന് റിപ്പോർട്ടർമാരിൽ ഫീഹി മജ്ഹൂലാൻ, അവ്യക്തരായ 2 ആളുകളുണ്ട്. ഹദീസിൻ്റെ സനദിൽ മജ്ഹൂലായ ആളുകളുണ്ടെങ്കിൽ ഹദീസ് സ്വീകാര്യമല്ല. ഇനി സ്വഹീഹാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ മരിച്ചോടത്ത് ഓതാനല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് മരണം ആസന്നമായ ആളുകൾക്ക് അടുത്തിരുന്ന് ഖുർആൻ കേൾക്കാൻ വേണ്ടി ഓതിക്കൊടുക്കുന്ന, അല്ലാതെ മരിച്ചോടത്ത് പോയിരുന്ന് ഓതിയിട്ട് കായും വാങ്ങി പോരാനല്ല. അതൊരു ബിദ്അത്താണ്. ആ മയ്യിത്തിന്റെ പേരിൽ ഇലാ ഹളറത്തി ഓതിക്കൊണ്ട് അൽ ഫാത്തിഹ അല്ലേ, സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൻ നാസും സൂറത്തുൽ ഫാത്തിഹയും അത് എല്ലാ ഹളറത്തിലേക്കും ഇങ്ങനെ വിടുക. എന്നിട്ട് അവസാനം അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുന്ന ഒരു ദുആയും എവിടുന്ന് കിട്ടി?
അള്ളാഹുവിന്റെ റസൂൽ എത്ര അൽ ഫാത്തിഹ ഇബ്രാഹിം നബിക്ക് വിട്ടിട്ടുണ്ട്, എത്ര അൽ ഫാത്തിഹ ഈസാ നബിക്ക് വിട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ പറയാമല്ലോ. ഇന്ന് കൊണ്ടുവന്നാൽ നാളെ മുതൽ ഈ പ്രദേശത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാധാരണക്കാരായ ആളുകൾ നാളെ മുതൽ യാസീൻ ഓതാൻ തുടങ്ങും. നാളെ മുതൽ ഈ അൽ ഫാത്തിഹ വിളിക്കുന്നതിൽ കൂടും. എന്തുവാണെന്നറിയോ? ഒരു ഹദീസ് ആ വിഷയത്തിൽ കൊണ്ടുവരണം. ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് പുത്തൻവാദമാണ്. നമ്മൾ പുത്തൻവാദികളാകരുത്. പിന്നെ മയ്യത്ത് കൊണ്ടുപോവുക, ദിക്ർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരല്ല. അത് അഫ്ളലു ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെയോ തൗഹീദിനെ നിലനിർത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശിർക്കിനെ തകർക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വല്ലവരും ചൊല്ലിയാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്കാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നബി ഒരുപാട് മയ്യത്തുകളുടെ കൂടെ പോയിട്ടുണ്ട്, ഒരുപാട് ഖബറുകളുടെ കൂടെ നിന്നിട്ടുണ്ട്. മയ്യത്ത് ഇറക്കുമ്പോൾ കാല് എങ്ങനെ വെക്കണം പഠിപ്പിച്ചു കൊടുത്തു. എന്തിനേറെ ഖബർ ഉണ്ടാക്കുമ്പോൾ ഖബറുണ്ടാക്കേണ്ട രൂപം, അതിന് വിശാലത, വലുപ്പം പറഞ്ഞു കൊടുത്തു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ദാ എൻ്റെ നബിൻ്റെ പേരക്കുട്ടി മരിച്ചു, നബിൻ്റെ ഭാര്യ മരിച്ചു, നബി എന്താ പറഞ്ഞത്? നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നോട് പറയേ, എന്നിട്ട് മുടി കെട്ടേണ്ട രൂപം, കഫൻ ചെയ്യേണ്ട രൂപം പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. ഇങ്ങനെ ഖബറുമായി ജനാസയുമായി ബന്ധപ്പെട്ട സകലതും പഠിപ്പിച്ചപ്പോൾ ആ ഖബറിലേക്ക് മറവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിക്കോന്ന് പറഞ്ഞിട്ടില്ല. എന്നാ സൂറത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിക്കോന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ഓതുന്നു, ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്നിട്ടോ മറവ് ചെയ്ത ഒരു കടലാസ് എടുത്തുകൊണ്ട് വരും, എന്നിട്ട് തൽഖീൻ എന്ന പേര്. നബി എത്ര സ്വഹാബിമാര് മരിച്ചു തൽഖീൻ ഓതിയിട്ടുണ്ട്, എത്ര സ്വഹാബിമാര് മരിച്ചു തൽഖീൻ ചൊല്ലിയിട്ടുണ്ട്. നിന്നോട് ചോദിക്കും നിന്റെ റബ്ബാരാണ്, അപ്പോൾ പറഞ്ഞു കൊടുത്തോ. നിന്റെ ചോദിക്കും അടുത്ത ചോദ്യം ദീൻ ഏതാണ്, അപ്പം ഇങ്ങനെ പറഞ്ഞോ. നിന്റെ ഇമാമ ഏതാണ്, അപ്പോൾ പറഞ്ഞോ ഖുർആൻ ഇമാമി. ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഷാഫി ഇമാമി എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അപ്പം പറയാം ഖുർആനായി ഇമാമ് എന്ന് പറഞ്ഞോ. ഞങ്ങൾ പറയാം ഖുർആനായി ഇമാമ് ഇപ്പം സ്വീകരിച്ചോ, ഇപ്പം പഠിച്ചോളി. ആ മനുഷ്യങ്ങാന് ഖബർ കിടക്കണമെന്ന് കേൾക്കാൻ കഴിയുമെങ്കിൽ അപ്പം തിരിച്ചു വരും. കണ്ട കാലം ഷാഫി ഇമാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പറ്റിയ ഖുർആൻ ഇമാമായിട്ട് വരികയല്ലേ. ആൾക്ക് കേൾക്കൂല, അറിയൂല, അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങി കിടക്കുക. ഏത് സ്വഹാബി അവിടെ നിന്ന് ചൊല്ലിക്കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ. പിന്നെ ആ ഖബർ കെട്ടിപ്പൊക്കുക, അത് ഇന്ന വലിയുള്ള കൂട്ടരെ മരിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യന് പോയി കിടക്കാനുള്ള സ്ഥലം ഖബർ. ആ ഖബറിലുള്ള ആള് നല്ലവനാണോ മഹാനാണോ മോശമാണോ അതൊക്കെ റബ്ബ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ചൂഷണത്തിന്റെ മാർഗമായി സ്വീകരിച്ചു. സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിട്ടു. വലിയുല്ലാഹി ഇന്ന ആള്, വലിയുല്ലാഹി ഇന്ന ആള്, വലിയത്തുല്ലാഹി ഇന്ന ആള്, ഇന്ന ആളുടെ മഖാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഓട്ടോറിക്ഷയിൽ കുറച്ച് പിന്നെ താബൂക്കാട്ടിയും 4 ആൾക്ക് സിമെൻറ്റും ഉണ്ടായാൽ പിന്നെ എന്നൊക്കെയുള്ള വരുമാനം മാർഗമായി. ഏത് കച്ചവടത്തിലുണ്ടാവും നഷ്ടം. സാധാരണ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയണ കാര്യം തന്നെ. ഇപ്പോൾ ഒരു ഓറഞ്ച് കച്ചവടക്കാരനുണ്ടാവും, കുറച്ചൊക്കെ ചീഞ്ഞു പോകും. ഇതൊന്നും ചെയ്യൂല, ഒക്കെ ഇങ്ങോട്ട് പോരാനുള്ളതാണ്. ഏത് കച്ചവടത്തിലും നഷ്ടം ഉണ്ടാവും. പക്ഷേ ഖബർ കച്ചവടം ഉണ്ടല്ലോ, ജാറ കച്ചവടം. എന്നിട്ട് മരിച്ച മനുഷ്യൻ്റെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കുക, മയ്യത്തും കമ്മിറ്റി. അതിൻ്റെ പേരിൽ തല്ലൂടുക, ആ ഖബർ ലേലം വിളിക്കുക. ഇതൊക്കെ എന്ത് ഇസ്ലാമാ? ഇതാണ് സുന്നത്ത് ജമാഅത്ത്? ഇതാണ് അല്ലാഹ് പഠിപ്പിച്ച ഹുദ? അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് ഉയർത്താൻ പാടില്ല, ഒരു ചാനലിൽ അധികം ഉയരാൻ പാടില്ല, ഖബറിന് വേണ്ടി കുഴിച്ച മണ്ണെ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇതൊക്കെ ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചതാണ്. പക്ഷെ മുസ്ലിംമാരെ പഠിപ്പിക്കൂല ജനങ്ങളെ. ഏട്ടിലൊന്ന് നാട്ടിലൊന്ന് എന്നാണ്. ആ ഖബറിൻ്റെ അവിടേക്ക് ഒരു പെട്ടില്ലാത്ത മഖബറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്ടിയില്ലാത്ത ഏതെങ്കിലും ദർഗയുണ്ടോ? എന്നിട്ട് ചുരം ഇറങ്ങി വരുമ്പോൾ അവിടെ ആ കുന്നിൻ്റെ മുകളിലും ഒരു ദർഗ. അപ്പോൾ ഏത് തമിഴ്നാട്ടിൽ വണ്ടി വന്നാലും പൈസ ഇട്ടോളൂ. കാരണം ആൾക്കാർക്ക് അന്ധവിശ്വാസമാണല്ലോ, തടി കേടാകാണ്ട് നിലത്തേക്ക് എത്തണം, ചുരം ഇറങ്ങണം. അപ്പോൾ അവിടെ കുറച്ച് പൈസ ഇടും. എന്തിനാ? അയാൾ സഹായിക്കണം. അപ്പോൾ കൈക്കൂലി കൊടുത്താൽ മാത്രം സഹായിക്കണം ഔലിയാക്കന്മാർ, അങ്ങനെ ഉണ്ടോ? നല്ലവരാണ് ഈ കായ് വാങ്ങാണ്ട് സഹായിക്കണ്ടേ? കൈക്കൂലി കൊടുത്താൽ തന്നെ സഹായിക്കുള്ളൂ. അല്ല ഞാനതിൽ പൈസ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അപകടം കൂടുതലാണ്, താഴെ എത്തണം എന്ന വിശ്വാസമാണോ? എങ്കിൽ സഹോദര, ഖബർ കിടക്കുന്ന നിന്നെ എങ്ങനെ അറിയും? അതുകൊണ്ട് ചിന്തിക്ക്. ഇതൊക്കെ പറയുമ്പോൾ കണ്ടോ വഹാബികൾക്ക് സുന്നത്തില്ല, ഖബർ സിയാറത്തില്ല, അവർ അതിനൊക്കെ എതിരാണ്. അല്ല, അത് ഉസ്താദുമാരെ നോണേ. അത് ഒന്ന് ചെയ്യാൻ മറ്റൊന്നിന് വളർന്ന് പറയില്ല, അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്നതാ. ഖബർ സിയാറത്തുണ്ട്. വാപ്പാൻ്റെ ഖബറില്ലേ നാട്ടിൽ? എത്ര ദിവസമായി പോയിട്ട്?
സ്വന്തം നാട്ടിലെ പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഖബറുണ്ട്, ഭാര്യൻ്റെ ഖബറുണ്ട്, മക്കളുടെ ഖബറുണ്ട്. അവിടെയൊക്കെ ചെല്ല്. എന്താണെന്നറിയോ? സൂറുൽ ഖുബൂർ ഫഇന്നാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബർ സന്ദർശിക്കണേ, അത് നിങ്ങളുടെ പരലോക ചിന്തയുണ്ടാക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണേ. ഫഇന്നഹാ തുലീനുൽ ഖുലൂബ്, അത് ഹൃദയങ്ങളെ ലോലമാക്കും. സൂറുൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദ്ബിഉൽ ഉയൂൻ, അത് നിങ്ങളുടെ കണ്ണുകളെ കരയിപ്പിക്കും. അതിനാ മമ്പർ അജ്മീർക്കും നാഗൂർക്കും സിയാറത്ത് ടൂർ പോകണത്. അവിടെ പോയിട്ട് വേണം കുറച്ച് കരയാൻ, അവിടെ പോയിട്ട് വേണം എൻ്റെ ഹൃദയമൊക്കെ ഒന്ന് ലോലാക്കാൻ ആണോ? അല്ല, ഇവിടെ പ്രയാസമുണ്ട്, ഇവിടെ കടണ്ട്, അവിടെ ബുദ്ധിമുട്ടുണ്ട്, ഭാര്യ പ്രസവിക്കണില്ല, ഉണ്ടായതൊക്കെ പെൺകുട്ടിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ. പടച്ചവനോട് പറയാനല്ല, അള്ളാഹിനോട് പറയാനല്ല, ആ ഖബറിൻ്റെ മുമ്പിൽ പോയി പറയുന്ന ഏർപ്പാട് അത് ശിർക്കിൻ്റെ വശം, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ആ കെട്ടിപ്പൊക്കൽ പാടില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാലോ, ആ മരിച്ച അന്ന് വീട്ടിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം തുടർച്ചയായിട്ട് മങ്കൂസ് അല്ലേ? അത് ഫ്രീ ആണോ? അല്ല, അതിനുകൊണ്ട് വരവ്. അത് 1 ദിവസം നടത്തുന്നവരുണ്ട്, 3 ദിവസം നടത്തുന്നവരുണ്ട്, 7 ദിവസം നടത്തുന്നവരുണ്ട്. പിന്നെ പൈസക്കനുസരിച്ച് കൊണ്ട് കഴിവുള്ളവർ കഴിവുള്ള പോലെ നടത്തും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്വഹാബികൾ മരിച്ചിട്ട് മങ്കൂസ് ഓതിയിട്ടുണ്ട്. അതിനും പുറമെ ഈ മഹലിലുള്ള എല്ലാവരും കൂടിയിട്ട് 70,000 ദിക്ർ ചൊല്ലിയിട്ട് ഈ മയ്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ കടലാസും കഷ്ണം കിട്ടി, ടെലിഫോൺ നമ്പറാണ്. അപ്പോൾ എന്തിനാണ്? നിസ്കാരം കഴിഞ്ഞ അനൗൺസ്മെൻറ്റ്, നിങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ എണ്ണം വിളിച്ചറിയിക്കണം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയാണ് അയക്കാനാണ്. സഹോദര, ഒരു വ്യക്തി മരിച്ചിട്ട് നമ്മൾ ഈ നാട്ടുകാരൻ മുഴുവൻ ദിക്ർ എല്ലാവരും ആ വ്യക്തിക്ക് ഒന്നും കിട്ടാൻ പോണില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിലല്ലാതെ ഒന്നും വേണ്ട. അപ്പം ഞാനിവിടെ നിൽക്കുകയാണ്, ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഞാൻ 10 സുബ്ഹാനല്ലാഹ് ഇപ്പം പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല കൂലിയും കിട്ടുമോ? ചൊല്ലിയ എനിക്ക് കിട്ടുമെന്നല്ലാണ്ട് പിന്നെ എങ്ങനെ ഞങ്ങൾ മരിച്ചാൽ ഞാൻ ഖബറിൻ്റെ മുകളിൽ ചൊല്ലി ഞങ്ങൾക്ക് എങ്ങനെ എത്തുക? അങ്ങനെ യുക്തിയും ബുദ്ധിയൊക്കെ പോട്ടെ, പ്രമാണത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ മദീനത്തെ ഖബർസ്ഥാനായ ബഖീഇൽ 1ാമത്തെ ഖബർ ആരുടെയാ? ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ മൽഊൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം നബി പറയുന്നുണ്ട്, ആ ഖബറിൻ്റെ ഒരു കല്ല് അടയാളം വെക്കി, എനിക്ക് എൻ്റെ സഹോദരൻ്റെ ഖബർ സന്ദർശിക്കാനാ, തിരിച്ചറിയാനാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എത്ര മങ്കൂസ് ഓതി, എത്ര ദിക്ർ ചൊല്ലി പാർസൽ അയച്ചു. ഇതൊക്കെ അവർക്ക് വരുമാനം ഉണ്ടാക്കാനും തന്നെ ഖുർആൻ പറഞ്ഞത്, ഇന്ന കസീറും മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സ്വത്ത് തിന്നുന്നവർ. അപ്പോൾ അതിൻ്റെ പേരിൽ ചില അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇപ്പോൾ ഇതാ ജന്മദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം, അതിൻ്റെ പേരിൽ 1 മാസത്തോളം എല്ലാ വീട്ടിലും വീട്ടുമൗലിദ്. കുറേയൊക്കെ നിന്ന് പോയതായിരുന്നു, ഇപ്പം വീണ്ടും കൊണ്ടുവരിക. വീട്ടുമൗലിദ്, നാട്ടുമൗലിദ്, കൂട്ടമൗലിദ്, 1 മാസം നല്ല ഘോഷിയാണ് അല്ലേ? എത്ര സുന്നത്തുകൾ ആളുകൾ എടുത്തു, എത്ര സുന്നത്ത് പഠിച്ചു, അതൊന്നും വിഷയമല്ല. എല്ലാ വീട്ടിലും മൗലൂദ് ഓതണം. പിന്നെയോ ചോറില്ലാത്ത മൗലൂദില്ല, അങ്ങനെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു മൗലിദിന് വരുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് 1 ദിവസം ഭക്ഷണം കൊടുക്കാണ്ടെങ്കിൽ കാശ് കൊടുക്കാണ്ടെങ്കിൽ മൗലൂദ് സംഘടിപ്പിക്കും. എത്ര കൊല്ലം മൗലൂദ് ഉണ്ടാവും നോക്കാം. അപ്പം അതിൻ്റെ മഹത്വം കേൾക്കൂല, അതിൻ്റെ പ്രതിഫലം കേൾക്കൂല, അതിൻ്റെ പുണ്യം കേൾക്കൂല നിങ്ങൾ. ഇപ്പം അതൊരു ജീവിത മാർഗമായി. ആ റബീഉൽ അവ്വൽ കഴിഞ്ഞാലോ പിന്നെ ജിലാനി ദിനം, പിന്നെ അതിൻ്റെ പിന്നാലെ. ഇതല്ല, അതാണ് ജീവിതത്തിൻ്റെ മാർഗമായി മതത്തെ സ്വീകരിച്ച ആളുകൾ. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവനവൻ്റെ പരലോകം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ കുറേ സംഗതികൾ, ജന്മദിനാഘോഷങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനാഘോഷം തുടങ്ങിയത് നബി അല്ല. ചുരുക്കി പറയാം, ഇനി വേണ്ടി വരികയാണെങ്കിൽ പിന്നെ വിശദമായിട്ട് പറയാം. സ്വഹാബികളല്ല, താബിഈങ്ങളല്ല, തബഉ താബിഈങ്ങളല്ല, 400കൾക്ക് ശേഷം ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്ന മജൂസികളിൽപ്പെട്ട ജൂതന്മാർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആള് ഷിയാക്കളുടെ കൂടെ കടന്നിട്ട് ആ വ്യക്തി ഉബൈദുല്ലാ എന്നറിയപ്പെടുന്ന ഫാത്തിമിയ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത മജൂസി ജൂത നേതാവാണ് ജന്മദിനത്തെ തുടക്കം കുറിച്ചത്. അത് അലിൻ്റെ ഉണ്ട്, ഫാത്തിമാൻ്റെ ഉണ്ട്, ഹസൻ്റെ ഉണ്ട്, ഹുസൈൻ്റെ ഉണ്ട്, നബിൻ്റെ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിങ്ങനെ വന്ന് സൂഫികൾ ഏറ്റെടുത്തു. പിന്നെ അതിങ്ങനെ വന്ന് പലരിലേക്കും വന്ന് പിന്നെ
പിന്നെ മാലകളായി മൗലിദുകളായി അതിനിങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരുന്നു. ഇസ്ലാമിൽ അന്നത്തെ ലുഹർ തന്നെ ഇന്നത്തെ ലുഹർ, അന്നത്തെ 4 തന്നെ ഇന്നത്തെ 4, അന്നത്തെ മഗ്രിബ് 3 തന്നെ ഇന്നത്തെ മഗ്രിബ്. പക്ഷേ 10 കൊല്ലം മുമ്പത്തെ നബിദിനാഘോഷമാണോ ഒന്ന്? ആണോ? വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് നേരത്തെ പോകണം, ഹദീസിലുണ്ട്. സുബൈ നമസ്കാരം 1-ാമത്തെ റക്അത്തിൽ ഇന്ന സൂറത്ത്, 2-ാമത്തെ റക്അത്തിൽ ഇന്ന സൂറത്ത്, ഹദീസിലുണ്ട്. അഫ്തർ പൂശി പള്ളി പോകണം, ഹദീസിലുണ്ട്. എണ്ണ പുരട്ടി പള്ളി പോകണം, ഹദീസിലുണ്ട്. പള്ളി പോയാൽ 2 ആളുടെ പെരട് ചാടിക്കടക്കാൻ പാടില്ല, ഹദീസിലുണ്ട്. ആദ്യ സമയത്തെ ഇന്ന പ്രതിഫലം, പിന്നെ ഇന്ന പ്രതിഫലം, ഹദീസിലുണ്ട്. ഖുതുബ ശബ്ദിച്ച് കേൾക്കണം, ഹദീസ്. എന്തെല്ലാം കാര്യങ്ങളാ നബിദിനത്തിൻ്റെ മഹത്വം പറയുന്ന. നബിദിനത്തിൻ്റെ 10 ദിവസം മുമ്പ് ആളുകളുടെ വീടാന്തരം കയറിയിറങ്ങി മങ്കൂസ് മൗലിദോതി കാശും പണവും വാങ്ങുന്ന ഉസ്താദുമാരെ ഒരൊറ്റ ഹദീസിൽ നബിദിനത്തിൻ്റെ മഹത്വം പറയുന്ന ഹദീസ്. ബുഖാരി എടുത്തോ, മുസ്ലിം എടുത്തോ, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി, ഏത് ഹദീസിൽ എടുത്തോ ഇന്ന മഹത്വം ആ ദിവസത്തിലുണ്ടെന്ന് പറയുന്ന സ്വഹീഹായ ഒരു ഹദീസ് കൊണ്ടുവരാൻ. നിങ്ങൾ വെല്ലുവിളിക്കല്ല കേട്ടോ, നിങ്ങളൊന്ന് മലനിറന്ന് ആലോചിക്ക്. ഇപ്പം ഏതായാലും ആ സീസൺ അല്ലല്ലോ, ചിലപ്പോൾ അപ്പം ചിന്തിച്ചാൽ മനസ്സിലാവും, അപ്പം ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഇതിന് പ്രവാചകൻ്റെ മാതൃകയില്ല. ആ മാതൃക ഇല്ലാത്തതിനാ ബിദ്അത്ത് എന്ന് പറയാ. ആ ബിദ്അത്ത് ചെയ്യുന്നവനാ മുബ്തദി, പുത്തൻവാദി എന്ന് പറയാ. നിങ്ങൾ പുത്തൻവാദികളാകരുത്. അപ്പോൾ മരണ വീട്ടിലെ ബിദ്അത്തുകൾ, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. എല്ലാ ബിദ്അത്തുകളുടെ ഭാഗമാണ്. അതുപോലെ സഹോദരന്മാരെ, നമ്മുടെ നാടുകളിൽ ഈ സ്വലാത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വലാത്ത് പുണ്യമുള്ള കാര്യമാണ്, സ്വലാത്ത് പ്രതിഫലമുള്ള കാര്യമാണ്. നമുക്ക് ആർക്കും അതിന് തർക്കമില്ല. പക്ഷേ ആ സ്വലാത്ത് ഇല്ലാത്ത സ്വലാത്ത്, ഇത് 11 തവണ, ഇത് 33 തവണ, ഇത് 44 തവണ, അത് ഇന്ന സമയത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ കടം വീടും, ഇന്ന ഗുണം കിട്ടും എന്ന് പറഞ്ഞ് പല നേതാക്കന്മാരും പല സദസ്സുകളുണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. പറ്റിക്കണതിന് പറ്റിക്കാൻ തന്നെയല്ലേ പറയാം. കാരണം അതിൻ്റെ പേര് ചൂഷണമാണ്. സ്വലാത്തിൻ്റെ പേര് സ്വലാത്ത് പെട്ടി, സ്വലാത്ത് വാർഷികം. അതെന്തിനാ? ചൊല്ലി സ്വലാത്തല്ല ഉസ്താദ് വേണ്ട. അതിന് വ്യാഴാഴ്ച അല്ലെങ്കിൽ മാസം തികേണ്ട ആവശ്യമില്ല. അതിന് പെട്ടിയും വേണ്ട, അതിന് വാർഷികവും വേണ്ട. നിങ്ങളുടെ ഓരോ നടത്തത്തിലും ഓരോ സെക്കൻഡിലും ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ, ഇപ്പം ഇത് കണ്ടോ, സ്വലാത്തുൻ നാരിയ, ഈ നമസ്കാര ശേഷം ഈ സ്വലാത്ത് 11 പ്രാവശ്യം പതിവാക്കിയാൽ റിസ്ക് മുറിയുകയില്ല. ഉപജീവനം മുറിയാണ്ട് കിട്ടും 11 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ. സുബൈക്ക് ശേഷം 41 തവണ പതിവാക്കിയാൽ ആഗ്രഹങ്ങൾ സഫലമാകും, ഉദ്ദേശിച്ചതിനേക്കാൾ ആവശ്യം കരസ്ഥമാകും. 313 പ്രാവശ്യം പതിവാക്കിയാൽ രഹസ്യങ്ങൾ വ്യക്തമാകും. 1000 തവണ പതിവാക്കിയാൽ മനസ്സിൽ ഉദിക്കാത്തതും ചെവിയിൽ കേൾക്കാത്തതുമായ കാര്യങ്ങൾ കരസ്ഥമാകും. 4444 പ്രാവശ്യം ചൊല്ലിയാൽ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ടോ, സമയം, എണ്ണം, അതിൻ്റെ മഹത്വം. ഇതാര് പറഞ്ഞു? ഇവരെങ്ങനെ തീരുമാനിക്കുക? അങ്ങോട്ട് പറഞ്ഞ് അള്ളാൻ്റെ ദീനിനെ ഇരപ്പാക്കുക എന്നാ പറയാം പച്ച മലയാളത്തിൽ. ഞങ്ങൾ സ്വലാത്ത് ഇബ്രാഹിം സ്വലാത്തില്ലേ എപ്പോഴും ചൊല്ലിക്കോളി. അതിന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നും വേണ്ട, അതിൽ വെട്ടിൽ കായിടണ്ട, അതിന് ഞങ്ങളത്തേക്ക് വരുന്നും വേണ്ട, ഞങ്ങളെന്ന് ആവശ്യമില്ല, നിങ്ങൾ ചൊല്ലിക്കോളി മക്കളെ എന്ന് പറയാൻ ഈ ബിദ്അത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് സാധിക്കോ? ഇല്ല. പക്ഷെ അവർ അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പിന്നെയോ സ്വലാത്തു താജു സ്വലാത്ത്. ചിലവർ ഇതിൻ്റെ പിന്നാലെ അതിനായിട്ട് ഓൺലൈനിൽ പ്രത്യേകം ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിൽ കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം അങ്ങനത്തെ കാലഘട്ടങ്ങൾ IT യുഗമാണല്ലോ. പിന്നെ സ്വലാത്തുസ്മുല്ലാം വേറെ സ്വലാത്താണ്, 1.5 പേജുണ്ട് ഓരോ സ്വലാത്തുകൾ. ആ സ്വലാത്തിൻ്റെ മഹത്വമാണെങ്കിലോ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ കടം നൽകിയ പണം തിരിച്ചു കിട്ടും, നഷ്ടപ്പെട്ടതോ മോഷ്ടിച്ചതോ ആയ സാധനം തിരിച്ചു കിട്ടും, കുന്തിരിക്കം പുകയിച്ച് രോഗി ചൊല്ലിയാൽ ശമനം കിട്ടും. ഇങ്ങനെ പലതും. പിന്നെ വായിക്കാൻ പറ്റാത്ത ചിലതൊക്കെ ഉണ്ട്, അപ്പോൾ അവൾ വായിക്കണില്ല. അപ്പോൾ ഏതായാലും സഹോദരന്മാരെ, ഇതിന് ചൂഷണം എന്ന് പറയും. നമ്മളത് സ്വലാത്തിനെതിരല്ല. സ്വലാത്ത് ചൊല്ലണം. പള്ളി കയറുമ്പോൾ സ്വലാത്തുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്തുണ്ട്, ബാങ്ക് കഴിഞ്ഞാൽ സ്വലാത്തുണ്ട്, പിന്നെ എപ്പോഴും ഉണ്ട് സ്വലാത്ത്. ആ സ്വലാത്തിന് മഹത്വമുണ്ട്.